ഹലോ, അപ്പോൾ എൻ്റെ കുഞ്ഞു യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഹാബലിപുരം പോവുകയാണല്ലോ. അപ്പോൾ ആ പോകുന്ന വഴിയിൽ കണ്ട ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വിഴുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ ഉപ്പുപാടാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപ്പുപാടാണ് ഇത്. അതായത് എക്സാക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ വില്ലുപുറം ജില്ലയിലെ കഴുവേലി, അതായത് കല്ലുവേലി എന്നും പറയും, കഴുവേലി എന്നും പറയും. ആ സ്ഥലത്താണ് കേട്ടോ ഇത്. അതായത് നമ്മൾ കാഞ്ചീപുരം പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ചെന്നൈ പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. പോണ്ടിച്ചേരി വഴി പോകുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് ഇത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ ഉച്ച സമയം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ കൗതുകം തോന്നി കേട്ടോ. ഞാനൊക്കെ ഇത് ഫസ്റ്റ് ടൈം കാണാണ്. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. നോർത്ത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇവിടത്തേക്ക്. അപ്പോൾ പോണ്ടിച്ചേരി പോകുന്നവർക്ക് കാണാം, കാഞ്ചീപുരം പോകുന്നവർക്ക് കാണാം, മഹാബലിപുരം പോകുന്നവർക്കൊക്കെ ഈ പ്ലേസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഉപ്പുവെള്ളമാണല്ലോ. ഉപ്പുവെള്ളം ബോറടിച്ചിട്ട്, അതായത് കുഴൽ കിണർ അടിച്ചിട്ട് അതിന് വെള്ളം ഇത് ഇങ്ങനെ ഈ പാടത്ത്, അതായത് ഇപ്പോൾ കാണുന്ന പാടത്തേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വറ്റിയിട്ട് അവരിത് ഈ കാണുന്ന ഈ പലക പോലത്തെ ഈ തട്ട് പോലത്തെ ഈ സംഭവം കൊണ്ട് അവരിങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. കണ്ടോ, ഇതൊന്നും കൂടി അവർ ക്ലീൻ ചെയ്യും, എന്നിട്ട് ഒന്നും കൂടി കൂട്ടി വെക്കും. കണ്ടോ, വെള്ളം അടിച്ചു വെച്ചിട്ട് ആ ഒരു സംഭവം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് അവർ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നല്ല വെള്ളമാണെങ്കിൽ നല്ല വെള്ളം എടുക്കുക, അപ്പുറത്തുനിന്ന് ഉപ്പുവെള്ളമാണെങ്കിൽ ഉപ്പുവെള്ളമുണ്ട്. ഈ ഇതിൽ കുഴൽക്കിണർ അടിക്കുന്ന ഈ സംഭവം മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ ഈ പാടത്തിൻ്റെ ഈ തിണ്ട് കണ്ടോ, ഈ തിണ്ടിൻ്റെ ഒരു സൈഡിലേക്ക് അവർ കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നിച്ചാണ് അവർ അത് ഒരു സ്ഥലത്തേക്ക് ഒന്നിച്ച് കൂട്ടി വെക്കുക. എന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് വരുന്ന ആ സാധാ കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടു നോക്കൂ. ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 4000 ഏക്കർ സ്ഥലത്താണിത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. 4000 ഏക്കർ സ്ഥലമുണ്ട്. അതായത് വളരെ വിശാലമായിട്ടാട്ടോ ഇത് കിടക്കുന്നത്. 4000 ഏക്കറിൽ 1000-ഓളം തൊഴിലാളികൾ നിൽക്കുന്നതായി പറഞ്ഞത്. പക്ഷേ ഇന്നൊക്കെ തൊഴിലാളികൾ കുറവാണ്. കാരണം ഇത് വറ്റി വരുമ്പോൾ അതിനനുസരിച്ചാണ് ജോലിക്കാർ വരുന്നത്. പക്ഷെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഉപ്പുപാടാണെന്നാണ് ചോദിച്ചത് പറഞ്ഞത്. അതായത് വിൽപ്പുറം, വില്ലുപുറം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഭയങ്കര ചൂടാട്ടോ. ചൂടുകൊണ്ട് ഇത് നമുക്ക് ഒന്നിനും പറ്റില്ല. പക്ഷേ നമുക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതൊക്കെ കൂട്ടിയിട്ടതാണ് അവർ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവർ കൂട്ടിയിട്ടതാട്ടോ. കുറച്ചൊക്കെ അവർ കോരി കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടോ, സാധാ ശരിക്കും നമ്മളെ ഉപ്പ്, നമ്മളെ കല്ലുപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാക്കറ്റിൽ വരുന്ന കല്ലുപ്പ്, അത് തന്നെയാട്ടോ സംഭവം. അപ്പം നമ്മളെ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ ഈ ഒരു പ്രതീക്ഷയാണ് കേട്ടോ, നിങ്ങളെ പ്രതീക്ഷയാണ് നമ്മുടെയും പ്രതീക്ഷ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മൾ മഹാബലിപുരം യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഓക്കെ.